നെഗറ്റീവാണ്, കാരണം ലാഗുണ്ട്, നല്ല രീതിയിൽ ലാഗുണ്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയെ പോലും നമ്മൾ വെറുത്തു പോകും ഇന്ത്യൻ 2 കണ്ട. അത്രയ്ക്ക് ഒരു വകയ്ക്കൊള്ളാത്തൊരു സിനിമ. അത്ര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അത്ര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. റിവ്യൂ சொல்றதுக்கு படம் இல்ல, കുഴപ്പമില്ല, കുഴപ്പമില്ല, അടിപൊളി. കമൽ സൂപ്പർ. കമൽഹാസൻ്റെ നല്ല പുതിയ തിരിച്ചുവരവ്, നല്ല സിനിമ, കൊള്ളാം. വളരെ മോശം, വളരെ മോശം. നന്നായിട്ടുണ്ട്. നല്ല പടം, കൊള്ളാം, സൂപ്പർ പടം. ഒട്ടപ്പടം ചേട്ടാ, സൂപ്പറായിരുന്നു, നന്നായിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്, കൊള്ളായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. കുഴപ്പമില്ല, വിഷ്വൽ എക്സ്പീരിയൻസാണ്. കൊള്ളാം കൊള്ളാം. ക്ലൈമാക്സ് പോരാ, പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഇരുന്നു. എക്സ്പെക്ടേഷൻ്റെ അത്രയൊന്നുമില്ല, പോയി. നെഗറ്റീവാണ്, കാരണം ലാഗുണ്ട്, നല്ല രീതിയിൽ ലാഗുണ്ട്, അതിൻ്റെ നെഗറ്റീവ് ഉണ്ട്. ആക്ടിങ് വൈസ് ആണെങ്കിൽ ഓക്കെയാണ്, ബാക്കിയെല്ലാം ഭയങ്കര അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊന്നും അത്രയ്ക്ക് ഏറ്റിട്ടില്ല, എൻ്റെത് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ എന്ന് പറയാൻ എനിക്ക് 3 മണിക്കൂർ നീണ്ട ഒരു ഫാൻസി ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമൽഹാസൻ്റെ സിനിമ ഞാൻ അത് കഴിവതും തിയേറ്ററിൽ പോയി കാണുമല്ലോ. ഭയങ്കര ഓവർ ആക്ടിങ്, പുള്ളിയുടെ അതെല്ലാം ഇതിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സായിട്ടാണ് തോന്നിയത്. ഞാൻ ഏകദേശം സിനിമ 3 മണിക്കൂറുള്ള 1 മണിക്കൂറോളം ഞാൻ നന്നായിട്ട് ഉറങ്ങി തിയേറ്ററിനകത്തിരുന്ന്. അമ്മാതിരി. പിന്നെ സിനിമയുടെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയ്, സൂര്യയുടെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, എനിക്കൊന്നും മറ്റ് സിനിമകളിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വിഷയമായിട്ട് കാണിച്ചേക്കുന്നത്. അത്രയ്ക്ക് ഒരു വായിക്ക് കൊള്ളാത്ത സിനിമ എന്ന് തന്നെ പറയാം. കമൽഹാസൻ്റെ ലാസ്റ്റിലുള്ള സിനിമകൾ പോലെ ഒരു വെറുപ്പിക്കൽ സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് കൊള്ളില്ല, കാരണം നമ്മൾ ഉറങ്ങിപ്പോവും ആ സിനിമ കാണുമ്പോൾ. സാധാരണ നമ്മൾ കണ്ടിട്ടില്ല ചില സിനിമകളൊക്കെ ഫസ്റ്റ് മുന്നേക്കാട്ടിയും സെക്കൻഡ് ഭയങ്കര സൂപ്പർ ഹിറ്റുകളായിട്ട് മാറും. ഇത് അദ്ദേഹം യന്ത്രൻ എടുത്തു, അതിൻ്റെ 2ാം പാർട്ടും ഭൂലോക ഫ്ലോപ്പായിരുന്നു. ഇപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയെ പോലും നമ്മൾ വെറുത്തു പോകും ഇന്ത്യൻ 2 കണ്ട. അത്രയ്ക്കും ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ 2ാം ഭാഗം എടുത്ത് നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടും സംവിധായകൻ ഒരാൾ തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അന്ന് ഇതിൻ്റെ സംഭാഷണവും എൻ്റെ തിരക്കഥ സുജാത എന്ന് പറഞ്ഞൊരു കക്ഷിയായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളി മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പോരായ്മയായിട്ട്. നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ശങ്കറിൻ്റെ ഒരുപാട് സിനിമകൾക്ക് എഴുതിയ ആളാണ് സുജാത എന്ന് പറയുന്ന ആൾ. പുരുഷനാണ്, പക്ഷേ അദ്ദേഹം 2008-ലോ 2010-ലോ എന്തോ മരിച്ചുപോയി. പുള്ളിയുടെ ആ ഒരു അഭാവം ഈ സിനിമയിൽ നമുക്ക് തോന്നുന്നുണ്ട്. കമൽഹാസൻ നമ്മുടെ പക്കാ മറ്റ് തമിഴ് സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ഇത്. പിന്നെ ആകെ സഹിക്കാൻ പറ്റാത്തത് കമൽഹാസൻ്റെ ഓവർ ആക്ടിങ്. പിന്നെ ഫാൻസി ഡ്രസ്സ് മുഖത്ത് നമുക്ക് അറിയാം, ആ മേക്കപ്പൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ശരിക്കും നമ്മൾ സ്റ്റേജിൽ ചെന്ന് ഒരു ഫാൻസി ഡ്രസ്സ് മത്സരം കാണാം എങ്ങനെ തോന്നുന്നു, അതേപടി തന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. അത്രയ്ക്ക് ഒരു വകയ്ക്കൊള്ളാത്തൊരു സിനിമ.